ഇപ്പോൾ വി ഡി സതീശനോട് മാധ്യമങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം ഒഴിഞ്ഞുമാറി. അദ്ദേഹം പറഞ്ഞു അതൊക്കെ സംഘടനാ നേതൃത്വം മറുപടി പറയേണ്ട വിഷയമാണ് എന്നുള്ളതാണ്. പാവം കെ സുധാകരനാണോ ഇതിനൊക്കെ നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കൊക്കെ സമാധാനം പറയേണ്ടത്? സ്ട്രൈറ്റ് ആയിട്ട് പറയും. അല്ല, അവിടെ വളരെ വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ അദ്ദേഹം ഒരു പാർലമെൻ്ററി പാർട്ടിയിലെ ഒരു MLA ആണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ഭാരവാഹിയായിരുന്ന ആളാണ്. ഉമ്മൻചാണ്ടിയുടെ മകനാണ്. അത്തരം ആളുകളുടെ അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്കയുണ്ടെങ്കിൽ അത് കേൾക്കാൻ പാർട്ടി നേതൃത്വം, അത് KPC പ്രസിഡന്റ് എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവെന്ന് മാത്രമല്ല, AICC എന്നുള്ളത് മാത്രമല്ല, AICC നേതൃത്വത്തിലുള്ള ആളുകളാണെങ്കിലും ഉൾപ്പെടെയുള്ള ആളുകളും അതിന് തയ്യാറാകണം. അത് പാർട്ടി നേതൃത്വം. ഞാൻ വീണ്ടും ആംഗിളിൽ തന്നെയാണ് അഭിലാഷെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം അഭിലാഷ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മുടെ പാർട്ടി ആരും ഹൈജാക്ക് ചെയ്യാൻ പാടില്ല. അത് തന്നെയാണ് വാചകം. പാർട്ടി ആരും ഹൈജാക്ക് ചെയ്യാൻ പാടില്ല. ശ്രീകുമാർ സാർ ഇവിടെ പറഞ്ഞ പോലെ കൂട്ടായ ആലോചനയുടെ ഭാഗമായി തന്നെയാണ് പോകേണ്ടത്. തീരുമാനങ്ങൾ എടുക്കേണ്ടതും അത്തരം ആലോചനയുടെ ഭാഗമായി തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വാചകം കടമെടുക്കുകയാണ്. പണ്ടൊക്കെ പ്രഷർ ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. ആ പ്രഷർ ഗ്രൂപ്പ് ആയിരുന്ന സമയത്ത് പോലും ഈ പ്രവർത്തകരെ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ അതിനകത്തൊരു നേരും നെറിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് തന്നെ ആ ശൈലി ഒന്ന് പരിശോധിക്കുക. ആത്മാർത്ഥമായി ശ്രീകുമാർ സാർ ഒരു മാധ്യമപ്രവർത്തകനാണ്, ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം എക്കാലവും കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന, കോൺഗ്രസിൻ്റെ ആശയങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു, ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാനൊരു കുറ്റപ്പെടുത്തലിൻ്റെ അവസ്ഥയിലേക്കോ പാർട്ടിയെ തള്ളിപ്പറയുന്ന രീതിയിലേക്കല്ല. അത്തരം അവസ്ഥയിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം എടുക്കുമ്പോൾ ഇവിടെ ഒരു കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന, നാട്ടിൽ ഈ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന വരുമാനം കൊണ്ട് നാട്ടിലെ ആളുകളുടെ വിഷയങ്ങളിലും സംഘടനാ പ്രവർത്തനവും കൊടി കെട്ടാനും പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ നടക്കുന്ന ആ ചെറുപ്പക്കാർക്ക് സംഘടനാ നേതൃത്വത്തിലേക്ക് വരാൻ പറ്റുന്നൊരു സാഹചര്യം ഇന്ന് ഈ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിലെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന സിസ്റ്റത്തിന് കഴിയുമോ എന്നുള്ളത് ആത്മാർത്ഥമായി പരിശോധിക്കും. ഞാനൊക്കെ ഉള്ളിൽ നിന്നുള്ള സംഘടനാ തെരഞ്ഞെടുപ്പല്ലേ നടത്തിയത്? അല്ല, ഞാൻ പറഞ്ഞു സംഘടനാ തെരഞ്ഞെടുപ്പിൽ കടന്നു വരാൻ കഴിയും. അതിനകത്തൊരു ആ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ രീതിയെക്കുറിച്ചാണ് അഭിലാഷ് ഞാൻ പറയുന്നത്. ആ രീതിയിലേക്ക് കടന്നു വരണമെങ്കിൽ അതിനകത്തൊരു മണി മോട്ടീവായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ബാധ്യതയും ചെലവും അതിനകത്തുണ്ട്. അത്തരം കാഴ്ചയിലേക്ക്, അത്തരം കടന്നുവരവിലേക്ക് കടന്നു വരാൻ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. എത്രമാത്രം സാധാരണക്കാരായിട്ടുള്ള നാട്ടിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരെ കൂടെ നിർത്താൻ കഴിയുന്ന ആളുകൾക്ക് അത്തരം ആ ഒരു പ്രവർത്തന ശൈലിയുടെ ഭാഗമായി, അത്തരം തെരഞ്ഞെടുപ്പ് ശൈലിയുടെ ഭാഗമായി കടന്നു വരാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ആത്മാർത്ഥമായി പാർട്ടി നേതൃത്വത്തിൽ ഒന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് കാരണം അത് അനിവാര്യമാണോ എന്നൊന്ന് ആത്മാർത്ഥമായി പരിശോധിക്കണം. കാരണം ഞാൻ പറഞ്ഞു വന്നതിനകത്ത് ഒരു പൊരുളുണ്ട്. ഈ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ ഒരു നേതാവിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കാറുണ്ട്. പക്ഷേ ആ നേതാവിന് പ്രവർത്തിക്കുന്ന ആളുകളെയും പ്രവർത്തിക്കാത്ത ആളുകളെയും തിരിച്ചറിഞ്ഞ് കൃത്യമായി ചൂസ് ചെയ്യാൻ കഴിയുന്ന ആളാണെങ്കിൽ ആ ചൂസിങ് വളരെ കറക്റ്റായിരിക്കും. പക്ഷെ മറ്റേ മണി മോട്ടീവായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ശൈലിയിലേക്ക് വരുമ്പോൾ എനിക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് ഈ മണി മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ എന്നുള്ളതാണോ അല്ലെങ്കിൽ പൈസ ചെലവഴിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്? എത്രയോ കാലമായി, ഒരുപാട് കാലമായിട്ട് യൂത്ത് കോൺഗ്രസിലും KSUവിലും സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അല്ല, അഭിലാഷ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അഭിലാഷ് ആ തെരഞ്ഞെടുപ്പിന്റെ സിസ്റ്റത്തെ ഒന്ന് പരിശോധിക്കണം. ആ തെരഞ്ഞെടുപ്പിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകൻ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ എത്ര രൂപ കൊടുക്കണം എന്നുള്ളത് പരിശോധിക്കണം. ആ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളിന് അതിൻ്റെ തൊട്ട് മുകളിലത്തെ നിലയിലേക്ക് മത്സരിക്കണമെങ്കിൽ എത്ര പേരെ ചേർക്കണമെന്നും അവർക്ക് വേണ്ടി എത്ര രൂപ സ്പെൻഡ് ചെയ്യണമെന്നും അന്വേഷിക്കണം. അതിന് മുകളിലേക്ക് മത്സരിക്കണമെങ്കിൽ എത്ര രൂപ കെട്ടിവെക്കണമെന്നും എത്ര രൂപ ഓരോ ആളുകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണമെന്നും മനസ്സിലാക്കണം. ഇത് ഞാൻ പറയുന്നത് ഈ പണത്തിൻ്റെ ഒരു അതിപ്രസരം തെരഞ്ഞെടുപ്പ് മേഖലയിലേക്ക്, സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അത് ഈ അപ്രോച്ചബിൾ അല്ലാതെ അവർക്കൊക്കെ ഒന്ന് മാറി നിൽക്കപ്പെടേണ്ട ഒരു സാഹചര്യം എവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊരു പ്രവർത്തകന്റെ വികാരമായി ഞാൻ പറയുന്നതാണ്. ഇതൊക്കെ ജനറൽ ആയിട്ട് പറയുമ്പോൾ നോക്കൂ ശ്രീ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി. അദ്ദേഹം അതിസമ്പന്നനോ അതല്ലെങ്കിൽ ഏതോ യൂസഫ് അലിയുടെയോ അല്ലെങ്കിൽ രവി പിള്ളയുടെയോ ബാക്കിംഗ് ഉള്ള ആളോ ഒന്നും അല്ലല്ലോ. സാധാരണ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. വലിയ സമ്പന്നനായിട്ടുള്ള ആളൊന്നും അല്ലല്ലോ. അപ്പോൾ അദ്ദേഹം A ഗ്രൂപ്പിന്റെ ഭാഗമായി അദ്ദേഹത്തിന് കാൻഡിഡേച്ചർ കിട്ടുന്നു. അപ്പുറത്ത് അബിൻ വർക്കി മത്സരിക്കുന്നു. രണ്ടുപേരും മത്സരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്നു. ഇതിലിപ്പോ വലിയ തോതിലുള്ള പണത്തിന്റെ ചെലവഴിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നില്ല. അല്ലല്ല, അത് അഭിലാഷിന് അതിനെപ്പറ്റി ഒരു വിശദമായ ഒരു പഠനത്തിലേക്ക് പോകാത്തതുകൊണ്ടാണ് അഭിലാഷിന് അതിന് കൃത്യമായി മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ രീതിക്കകത്ത് ഒരു ചെറിയ പ്രയാസമുണ്ട്, പ്രശ്നമുണ്ട്. അതൊക്കെ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യപ്പെടേണ്ട. അത്തരത്തിലുള്ള രീതികൾ വേണമോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട. നമുക്കത് എനിക്ക് വേണമെങ്കിൽ
പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അത് സെറ്റിൽ ചെയ്തു. പാലക്കാട് തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. ഞാൻ ആ വിഷയത്തിലേക്കല്ല ഉണ്ടാവുന്ന പ്രശ്നം എന്താണ് എന്നുള്ളതാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിലേക്കല്ല ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഞങ്ങൾ കുറ്റപ്പെടുത്തുകയോ ആരെയും പഴിചാരുകയോ ആരെയും തള്ളിപ്പറയുകയോ ചെയ്യുന്നതല്ല. ഞാൻ പറയുന്നത് ഞങ്ങളുടെ ആളുകൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ആശങ്ക അത് കേൾക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാകണം. അതിനകത്ത് ഒറ്റ കാര്യം, ഈ പറയുന്നത് പോലെ പാർട്ടി ആരും ഹൈജാക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ അത് വീണ്ടും എടുത്ത് ആവർത്തിച്ച് തന്നെ പറയാൻ അല്ല അവിടെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു തീർക്കാനായിട്ട് അനുവദിക്കാം. ഞാൻ പറയുന്നത് ഇതിനകത്ത് ഓരോ ആളുകളെ ചൂസ് ചെയ്യുന്ന കാര്യത്തിനകത്താണെങ്കിലും ഓരോ ആളുകളെ ഇപ്പോൾ പാർലമെന്ററി രംഗത്തേക്കാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്കാണെങ്കിലും ആളുകളെ ചൂസ് ചെയ്യുന്നത് ഇന്ന ആളുകളുടെ ഒരു തീരുമാനത്തിന്റെ ഡിസിഷന്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കും എന്നുള്ളൊരു ഭയപ്പാടായിരിക്കാം ചില ആളുകൾക്ക് ചിലപ്പോൾ തുറന്നൊന്നും സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ തുറന്ന് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകണം. പാർട്ടിയിൽ ആർക്കെങ്കിലും ഒക്കെ ആശങ്കയുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വളരെ മികച്ച രീതിയിൽ അദ്ദേഹം നിയമസഭയിൽ ഉൾപ്പെടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു വളരെ ആത്മാർത്ഥമായി തന്നെ കാര്യങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. കേരളത്തിലെ KPC പ്രസിഡന്റ് വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. KPC പ്രസിഡന്റ് പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ്. AICCയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ അവർ അദ്ദേഹവും പ്രവർത്തക വികാരം ഉൾക്കൊള്ളുന്ന ഒരു നേതാവ് തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്നത് എല്ലാവർക്കും ചേർന്നൊരു ക്രീം ലെയർ, ഒരു കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ പല ആളുകളെയും ചൂസ് ചെയ്യുന്ന കാര്യത്തിനാണെങ്കിലും ആ ഒരു കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായി തന്നെ അവർ തീരുമാനം എടുക്കണമെന്നൊരു അഭിപ്രായം കൂടിയാണ് ഞങ്ങൾ പറഞ്ഞു. അവരല്ല തീരുമാനം എടുക്കുന്നെങ്കിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞു KC വേണുഗോപാലിന് കുഴപ്പമില്ല, K സുധാകരന് കുഴപ്പമില്ല, VD സതീശന് കുഴപ്പമില്ല, പിന്നെ ആർക്കാണ് കുഴപ്പം? പിന്നെ ആർക്കാണ് പ്രശ്നം? ഇവരെ ഒരുമിച്ച് തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഇവിടെ തീരുമാനം എടുക്കാനുള്ള അധികാരം? ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ വീറ്റോ അധികാരമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആളെന്ന് വിശ്വസിക്കുന്ന ആളാണ് KC വേണുഗോപാൽ. അപ്പോൾ അദ്ദേഹത്തിന് മുകളിൽ VD സതീശൻ തീരുമാനം എടുക്കോ? ഇല്ലല്ലോ. നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഒരു കോൺക്രീറ്റ് ആയ ഫോം എന്താണ്? ഞാൻ പറയാം, ഈ ഒരു പാർട്ടിക്കകത്ത് നമ്മൾ ഒരു കൃത്യമായ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടാവണം. ഞാൻ പറയുന്നത് ഈ താഴെത്തട്ടിൽ അഭിലാഷ് പറയുന്നത് ഈ പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളെ കൃത്യമായ മോണിറ്ററിംഗ് ഈ പാർട്ടിക്കകത്ത് ഉണ്ടാകണം. അത്തരം ആളുകളെ പരിഗണിക്കപ്പെടണം. അത് ഈ പറയുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണെങ്കിലും പാർട്ടിയുടെ നേതൃതലങ്ങളിലാണെങ്കിലും അത്തരം ആളുകളെ പരിഗണിക്കണേ തന്നെ വേണം. പിന്നെ ഈ പറയുന്ന പോലെ K മുരളീധരന് ആശങ്കയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ ആശങ്കയുണ്ടായിരുന്നു. അവരുടെ ആശങ്കയും അവരുടെ പ്രയാസവും പ്രശ്നവും കേൾക്കാൻ നേതൃത്വം തയ്യാറാകണം. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു കാര്യം അഭിലാഷ് ഈ ചർച്ചയിൽ പ്രധാനമായും പറഞ്ഞു വെക്കേണ്ടത്, ഇവിടെ ഏതെങ്കിലും പ്രവർത്തകൻ ഒരു ബുദ്ധിമുട്ടായി നേതൃത്വത്തെ കാണാനായി ചെന്നിട്ടുണ്ടെങ്കിൽ, അവനൊരു പ്രയാസമുണ്ടെങ്കിൽ, ഞങ്ങൾ ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ പ്രവർത്തന ശൈലി കുറച്ച് കൂടുതൽ ഞാൻ അതിലൊരു ചോദ്യം. ഇപ്പൊ നോക്കൂ, പാലക്കാട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ്, പാലക്കാട് എന്നുള്ളതല്ല പാർട്ടിയുടെ തന്നെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ കൺവീനറായിരുന്ന ഡോക്ടർ P സരിൻ പാർട്ടി വിട്ടുപോകുന്നത്. അദ്ദേഹം കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരുന്ന നേതാവാണ്. അപ്പോൾ അദ്ദേഹം പോകുന്നു. അതിന് പിന്നാലെയാണ് ഷാനി അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ച നേതാക്കൾ പോകുന്നത്. പാർട്ടിക്കകത്ത് ഒരു കൺസൾട്ടേഷൻ പ്രക്രിയ ഉണ്ടായിരുന്നെങ്കിൽ ഇവരൊന്നും പോകില്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പല ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉണ്ടാവും. സരിന് ആഗ്രഹം ഉണ്ടായിരുന്നു മത്സരിക്കാൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കളെയൊക്കെ ഒന്ന് സംസാരിച്ച് ഓക്കെ ആക്കാമായിരുന്നു എന്നുള്ളതാണോ? ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു എങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണോ? എന്താണ് കുറച്ചുകൂടി വ്യക്തമായി പറയാം? ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയാം. ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു പ്രവർത്തന ശൈലി, ആ ശൈലി എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഇപ്പോൾ വെട്ടുപോത്തിനെ പോലെ കടന്നു വന്ന് ഈ ഒരാളെ കുത്തിക്കൊന്നാനുള്ള ദേഷ്യത്തോട് കൂടി പോലും ഉമ്മൻചാണ്ടി സാറിന്റെ മുന്നിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആ ആൾ വളരെ ശാന്തനായി മാത്രമേ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് തിരിച്ചു പോകാറുള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ ശൈലി. കാരണം ഇതിനേക്കാൾ അപ്പുറം പ്രതിസന്ധിയും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉള്ള ആളുകൾ അദ്ദേഹത്തിന് അടുത്ത് ചെന്നിട്ട് ആ പ്രയാസമൊക്കെ ഇറക്കി വെച്ചിട്ട് ഒന്ന് തിരിച്ചു പോകേണ്ട ഒരു ശൈലി. കാരണം എല്ലാവരും ഈ പാർട്ടിയുടെ ഭാഗമായി വേണം. ഈ പാർട്ടിക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുള്ള ആളുകൾ, ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, ഈ പാർട്ടിക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിച്ചിട്ടുള്ള ആളുകൾ, ഈ പാർട്ടിക്ക് വേണ്ടി അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളുകൾ, താഴെത്തട്ടിൽ തല്ലു മേടിച്ചിട്ടുള്ള ആളുകൾ, എല്ലാവരും ഈ പാർട്ടിയുടെ ഭാഗമായി തന്നെ വേണമെന്നുള്ള അഭിപ്രായമുണ്ട്. ആർക്കെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രയാസം കേൾക്കാൻ നേതൃത്വം തയ്യാറാകണം. ആ പ്രയാസത്തെ ചർച്ച ചെയ്യപ്പെടുകയും ആ പ്രയാസത്തെ ഒഴിവാക്കി അവരെ ചേർത്ത് പിടിക്കാൻ നേതൃത്വം തയ്യാറാകണമെന്ന് തന്നെയാണ് വീണ്ടും പ്രയാസമുള്ളവരെ ചേർത്ത് പിടിക്കണമെന്ന് താങ്കൾ ഒരുപാട് തവണ പറഞ്ഞു. എന്താണ് പ്രയാസം എന്നുള്ളത് ഒരു കാര്യം. ഇപ്പൊ നോക്കൂ, ഇപ്പൊ മുമ്പ് താങ്കൾ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ
ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പിന്തുടർച്ചാവകാശി ചാണ്ടി ഉമ്മനാണ് എന്ന് പറയുന്ന ഒരു ഘട്ടം വന്നു. ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ചാവകാശി ചാണ്ടി ഉമ്മൻ തന്നെയാണല്ലോ, അദ്ദേഹത്തിന്റെ പെൺമക്കളാലും രാഷ്ട്രീയത്തിലില്ല. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ചാവകാശം ചാണ്ടി ഉമ്മനാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യം അവിടെ എന്താണ് എന്ന് ഞാൻ അന്ന് ആലോചിച്ചു. ഇപ്പൊ പറയുന്നു പ്രയാസം, ചാണ്ടി ഉമ്മന് പാർട്ടിക്കകത്ത് എന്താണ് പ്രയാസം, താങ്കൾക്ക് എന്താണ് പ്രയാസം? നമുക്ക് അങ്ങനെയുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ല, ഞാൻ ഒരു കാര്യം കൃത്യമായി പറയാൻ ആഗ്രഹിക്കും. ഇപ്പൊ ചാണ്ടി ഉമ്മൻ എന്താ ഇന്ന് പറഞ്ഞത്? അദ്ദേഹം വളരെ വ്യക്തമായി രണ്ടാമത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മറ്റ് MLA-മാർക്കും MP-മാർക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ചുമതല വിധിച്ച് നൽകിയപ്പോഴും അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രയാസം, ചോദ്യം. അതിന് മറുപടി പറയാൻ നേതൃത്വം തയ്യാറാകേണ്ടത്. അത് കൃത്യമായി അദ്ദേഹം ഒരു MLA എന്നുള്ള നിലയിൽ, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഈ പാർട്ടിയുടെ നേതൃത്വത്തിനുണ്ട്. പിന്നെ ഈ ഉമ്മൻചാണ്ടി സാറിന്റെ പിന്മുറ എന്നൊക്കെ പറയുന്നതിനകത്ത് ലെഗസി എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായി പറയാം. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ ലെഗസി തന്നെയാണ്. പിന്നെ ഈ പാരമ്പര്യമൊക്കെ പേറി പല ആളുകളും ഒക്കെ അതൊക്കെ പറയുന്ന ശൈലിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അത്തരം ആളുകൾ എല്ലാവരും ഉമ്മൻചാണ്ടിയുടെ ശിഷ്യന്മാരായിട്ട് വന്നിട്ടുള്ള എല്ലാ ആളുകളും ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം തന്നെ നിന്നിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് വളരെ വ്യക്തമാണ്. കുറച്ച് കൂടുതലായി ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വ്യക്തവുമാണ്.